ലോകത്തോട് ഹൃദയം കൊണ്ട് സംസാരിച്ച പ്രിയ എഴുത്തുകാരി കമല സുരയ്യ എന്ന മാധവിക്കുട്ടി നിലയ്ക്കാത്ത ശബ്ദമായി ഇപ്പോഴും നിലനിൽക്കുന്നു. കമലയുടെ സഞ്ചാരപഥങ്ങൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നുവെന്ന് അവസാനമായി പുന്നിയൂർക്കുളത്തെ നീർമാതള ചുവട്ടിലെത്തിയപ്പോൾ കമല സുരയ്യ പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാ മുറിവുകളും ഉണക്കിയാണ് ജനഹൃദയങ്ങളിൽ ആത്മാവിനെ ഉപേക്ഷിച്ച് കമല കടന്നുപോയത്. ബാക്കി ആളുകളെയൊക്കെ നോക്കുമ്പോൾ എനിക്കുള്ള ശക്തി അവർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ ശക്തി ഒരു ധൈര്യത്തിൻ്റെ ശക്തിയാണ്. ഇനിയൊരു മനുഷ്യജന്മം വേണ്ട എന്ന് ആണയിടുമായിരുന്നു അവർ. കിളിയും പൊന്മാനുമായി പുന്നിയൂർക്കുളത്തെ കുളപ്പടവിലും നീർമാതളത്തിലും എത്താനായിരുന്നു കമല സുരയ്യയുടെ മോഹം. മനുഷ്യനായിട്ട് തിരിച്ചു വരണ്ട എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എനിക്ക് മനുഷ്യരാശിയോടൊന്നും വലിയ ഭ്രമമില്ല. പക്ഷിയായിട്ടോ ജനിച്ചു. പുന്നൂർക്കുളത്തും കുളത്തിൻ്റെ മുകളിലൊക്കെ പൊന്മയായിട്ട് ജനിക്കും. 2009 മെയ് 31 മരണം കമലയെ മാടി വിളിച്ചു. കമല സുരയ്യയെ വേണ്ട വിധത്തിൽ മലയാളി തിരിച്ചറിഞ്ഞു എന്ന ആശങ്കപ്പെടുകയാണ് കവി സച്ചിദാനന്ദൻ. അവർക്ക് അർഹിക്കുന്ന പോലുള്ളൊരു പഠനം കിട്ടിയിട്ടില്ല. വായനക്കാരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു നമ്മുടെ നിരൂപണം വേണ്ടത്ര മാധവിക്കുട്ടിയുടെ സൂക്ഷ്മതകളിലേക്ക് സഞ്ചരിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. തിരുവനന്തപുരം പാളയം പള്ളിയിലെ വാഗമര ചുവട്ടിൽ അന്ത്യ ഉറക്കത്തിലാണ് കമല സുരയ്യ. അനുഭവങ്ങളുടെ കൊടുങ്കാറ്റ് വായനക്കാരൻ്റെ മനസ്സിൽ വിതച്ച ശേഷം ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.